നിയന്ത്രണം വിട്ട കാർ പഞ്ചായത്ത് ഓഫീസിൽ ഇടിച്ചു കയറി. നെയ്യാറ്റിൻകര കുന്നത്തുകാൽ പഞ്ചായത്ത് ഓഫീസിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. 2:40 അവിടെ കാരക്കുണത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടിയായിരുന്നു. ഇത് ഡ്രൈവർ ഒരാൾ മാത്രമേ ഉള്ളൂ. അമിത വേഗതയെന്നാണ് തോന്നുന്നത്. കാരണം ഭയങ്കര ഒരു സൗണ്ട് കേട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ഡ്രൈവർ അകത്തായിരുന്നു. ഇവിടെ പയ്യന്മാരെല്ലാവരും കൂടെ വന്ന് ഇപ്പോൾ പുറത്തിറക്കി. പുള്ളി പോലീസുകാരനെന്നാണ് പറയുന്നത്. ആറാട്ടുകുഴിയിലുള്ള ആളാണ്. വേറെ കൈക്ക് ഒരു പരിക്കുണ്ട്. കൈ ഒടിവെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. നീരൊക്കെ അടിച്ചിട്ടുണ്ട്. ഭയങ്കര സൗണ്ടായിരുന്നു. ആൾക്കാരെല്ലാം കൂടി. പിന്നെ ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞാണ് പുള്ളി ഇവിടെ നിന്ന് പോയത്. അഞ്ജു ജയപ്രകാശ് ചേരുന്നു വിവരങ്ങളുമായി. അഞ്ജു, എത്ര മണിയോടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്? എന്താണ് സംഭവിച്ചത്? ആ ബൈറ്റിൽ നിന്നും മനസ്സിലാകുന്നത് വലിയ പരിക്ക് ആൾക്ക് ഏറ്റിട്ടില്ല, ഡ്രൈവർക്ക് എന്നുള്ള കാര്യമാണ്. എന്താണ് സംഭവിച്ചത്? ലക്ഷ്മി, ഇന്ന് പുലർച്ചയോട് കൂടിയാണ് ഈ വാഹനാപകടം ഉണ്ടാകുന്നത്. ഈ നിയന്ത്രണം വിട്ട കാറ് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇടിച്ചു കയറി ആയിരുന്നു അപകടം. ഓഫീസിന്റെ ഒരു ഭാഗം തകർന്നു വീണിട്ടുണ്ട്. അത് ദൃശ്യങ്ങളിൽ കാണാം. ഈ നെയ്യാറ്റിൻകര കുന്നത്തുകാൽ പഞ്ചായത്തിലേക്കാണ് ഈ കാറ് ഇടിച്ചു കയറി അപകടമുണ്ടായത്. പഞ്ചായത്തിന്റെ മതിലും ഗേറ്റും കാർ തകർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഇടിയുടെ ആഘാതത്തിൽ ഓഫീസിന്റെ ഗ്ലാസ് ഉൾപ്പെടെ തകർന്നു വീണിട്ടുണ്ടായിരുന്നു. വാഹനം അമിത വേഗതയിലായിരുന്നു സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് നിലവിൽ നാട്ടുകാർ ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നത്. സംഭവത്തിന് ശേഷം ഈ കാറിലുണ്ടായിരുന്ന ഡ്രൈവറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയാണ് ഉണ്ടായത്. ഇയാൾക്ക് കൈക്കും ഒപ്പം തന്നെ മുഖത്തും താടിയെല്ലിനും ഒക്കെ പരിക്കുണ്ടെന്നാണ് പറയുന്നത്. മദ്യപിച്ചിട്ടാണോ വാഹനം ഓടിച്ചത് എന്നൊരു സംശയം ഉൾപ്പെടെ ആളുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ വാഹനത്തിന്റെ നമ്പർ ഒരു RC ഓണർ പോലീസുകാരനാണെന്നാണ് നിലവിൽ ഒരു സംശയം ഉയർന്നിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണോ വാഹനം ഓടിച്ചത് എന്നതിനെ കുറിച്ച് നിലവിൽ സ്ഥിരീകരണമില്ല. എന്തായാലും പോലീസ് അന്വേഷണത്തിൽ ആ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ വാഹനാപകടം ഉണ്ടായിരിക്കുന്നത്. ലക്ഷ്മി. അഞ്ജു ജയപ്രകാശ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.